ഉത്തർപ്രദേശിൽ ജാട്ട് വോട്ടുകളെ ഏറ്റവും അധികം സ്വാധീനിക്കാൻ ശേഷിയുള്ള രാഷ്ട്രീയ പാർട്ടി RLD ആണ്. ഇന്ത്യ സഖ്യത്തിനൊപ്പമായിരുന്ന RLD തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് NDAക്കൊപ്പം കൈകോർത്തു. അതിന്റെ ഭാഗമായിട്ട് വലിയ മാറ്റങ്ങൾ RLDക്ക് വന്നു എന്ന് കാണാൻ കഴിയും. RLDയുടെ ആസ്ഥാന മന്ദിരമാണിത്, ബാഗ്പത്തിന് സമീപത്ത്. ബാഗ്പത്ത് തന്നെ നോക്കൂ, ഇത് RLDയുടെ പാർട്ടി ഓഫീസ് എന്നതിനപ്പുറത്തേക്ക് ഒരു BJP ഓഫീസാണ് എന്ന് തോന്നിക്കുന്ന തരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും യോഗി ആദിത്യനാഥിന്റെയും മറ്റ് BJP നേതാക്കളുടെയും എല്ലാം ചിത്രം നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. എന്തായാലും RLDയുടെ രാഷ്ട്രീയം എങ്ങനെ സ്വാധീനിക്കും ജാട്ട് വോട്ടുകളെ ഈ തിരഞ്ഞെടുപ്പിനെ എന്ന് നമുക്ക് വിശദമായി നോക്കാം. പടിഞ്ഞാറൻ UPയിലെ 10 ലോക്സഭാ മണ്ഡലങ്ങളിൽ 15 മുതൽ 20% വരെ ജാട്ട് സമുദായ അംഗങ്ങളുണ്ട്. ആദ്യം ചരൺ സിംഗിനും പിന്നീട് അജിത് സിംഗിനുമൊപ്പം ജാട്ട് വിഭാഗം അടിയുറച്ചു നിന്നു. ആ പാരമ്പര്യം അവകാശപ്പെടുന്ന ജയന്ത് ചൗധരിയുടെ RLD NDA സഖ്യത്തിൽ 2 ഇടത്തു മാത്രം മത്സരിക്കുന്നു. ബാക്കി എല്ലായിടത്തും BJPക്ക് പിന്തുണ. മുസാഫർ നഗർ കലാപത്തിന് പിന്നാലെ BJPയിലെത്തിയ ജാട്ട് വോട്ടുകളിൽ മഹാഭൂരിപക്ഷവും കർഷക സമരത്തോടെ വിട്ടുപോയി തുടങ്ങിയിരുന്നു. RLD സഖ്യം ജാട്ട് വോട്ടുകൾ പെട്ടിയിലാക്കുമെന്ന് BJP കണക്കുകൂട്ടുന്നു. സഖ്യം വിജയിക്കുമെന്ന് RLDയും. All communities other than a few they depend on agriculture or agriculture laborers, so all are supporting Rashtriya Lokdal and Bhajpa Gadbandhan. ബാഗ്പത്തിൽ മാത്രം 4 ലക്ഷം ജാട്ട് സമുദായ അംഗങ്ങളുണ്ട്. മധുരയിൽ 2.3 ലക്ഷം, ഫത്തേപൂർ സിക്രിയിൽ 2 ലക്ഷം. 1 ലക്ഷത്തിന് മുകളിൽ ജാട്ട് ജനസംഖ്യയുള്ള 10 മണ്ഡലങ്ങൾ. എല്ലായിടത്തും ജയന്തിനെ ഒപ്പം കൂട്ടി പ്രചാരണം നടത്താൻ BJP പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. പടിഞ്ഞാറൻ UPയിൽ ഇന്ത്യ സഖ്യം പ്രതീക്ഷ വെച്ചതും ഇപ്പോൾ ഭയക്കുന്നതും ജാട്ട് വോട്ടുകളിൽ ജയന്ത് ചൗധരിക്കുള്ള സ്വാധീനം തന്നെ. സഖ്യത്തിലും ഈ ആൾക്കൂട്ടത്തിലും പ്രതീക്ഷ വെക്കുന്നുണ്ട് BJPയും RLDയും. രാമക്ഷേത്ര വിഷയവും സജീവമായി റാലികളിൽ പ്രചാരണ വിഷയമാക്കുന്നു. ഷാംലിയിൽ നിന്ന് ഷിജു പട്ടോത്തിനൊപ്പം അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.